മന്ദാകിനി കിടക്ക വിരിച്ചപ്പോൾ സൂര്യനാരായണൻ അതിൽ കയറി കിടന്നു. സൂര്യനാരായണനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ കണ്ട സോഫയിലിരുന്ന് ടീപ്പോയിലിരുന്ന ഒരു പഴയ മാഗസീൻ എടുത്ത് മറിച്ച് വായിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് കോങ്കണ്ണുകൊണ്ട് സൂര്യനാരായണനെ ഒന്ന് നോക്കി. കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അയാൾ അവളെ ക്ഷണിച്ചു. വാ, നിനക്കെൻ്റെ കൈത്തണ്ടയിൽ കിടന്ന് നെഞ്ചത്ത് വിരലോടിച്ച് എന്നോട് വർത്തമാനം പറയണ്ടേ? വാ. വേണ്ട, എനിക്കൊന്നും പറയണ്ട. നീയല്ലേ മുംബൈയിൽ നിന്നും പറഞ്ഞത് തറവാട്ടിൽ അന്ന് ആദ്യമായി നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ കിടക്കാനന്ന് ഒരുപാട് കൊതിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് എന്നെ കിടത്തിയില്ലല്ലോ, എന്നെ ഓടിച്ചില്ലേ? അന്ന് നീ എൻ്റെ വാടക. അതും പറഞ്ഞതും ഒരബദ്ധം പറ്റിയതുപോലെ സൂര്യനാരായണൻ പെട്ടെന്ന് തന്നെ വായടച്ചു. അത് കേട്ടതും മന്ദാകിനി സൂര്യനാരായണനെ തുറച്ചു നോക്കി. സൂര്യനാരായണനും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ അവളുടെ പ്രതികരണം അറിയാണ്ട് നോക്കി നിന്നുപോയി. ഇരുവർക്കും ചിരി പൊട്ടി. പെട്ടെന്ന് മന്ദാകിനി ചാടി എണീറ്റ് സൂര്യനാരായണൻ്റെ കൂടെ ചേർന്ന് കിടന്നു. അവൾ അന്നത്തെ ആ സംഭവം പതുക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അങ്ങോട്ട് മാറിക്കിടക്ക്, എനിക്കിഷ്ടമല്ല ഇങ്ങനെ തമ്മിൽ മുട്ടിക്കിടക്കുന്നത്. മന്ദാകിനി വിരിച്ച കിടക്കയിൽ സൂര്യനാരായണൻ കയറി കിടന്നതേയുള്ളൂ. കൂടെ മന്ദാകിനിയും ചേർന്ന് കിടക്കാൻ വന്നപ്പോഴാണ് അയാൾ അങ്ങനെ അലറിയത്. ഞെട്ടിപ്പോയ അവൾ ബെഡിൻ്റെ ഒരറ്റത്ത് മാറിക്കിടന്നു. കൂടെ കിടന്ന പുരുഷന്റെ ഇത്തരം പെരുമാറ്റത്തിൽ സാധാരണഗതിയിൽ ഒരു സ്ത്രീയിൽ സങ്കടവും തേങ്ങലുമാണ് വരേണ്ടതെങ്കിൽ ഇവിടെ മന്ദാകിനിയിൽ ഒരു ചമ്മലും ഇച്ചിരി ദേഷ്യവും കൂടെ കള്ളപ്പുഞ്ചിരിയുമാണ് ഉണ്ടായത്. ദുഷ്ടൻ, തൊടാൻ വിടില്ല. ബലിഷ്ഠമായ ആ കൈത്തണ്ടയിൽ തല ചേർത്തുകൊണ്ട് വിരിഞ്ഞു കിടക്കുന്ന ആ രോമാവൃതമായ അവൻ്റെ മാറിൽ വിരലോടിച്ച് അവനോട് കൊഞ്ചിക്കുഴഞ്ഞ് കിടക്കാൻ മോഹിച്ച അവൾക്ക് അവൻ്റെ പൊട്ടിത്തെറി ഒരു തിരിച്ചടിയായി. പിന്നെ എന്തിനാ കെട്ടി എഴുന്നള്ളിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൾക്ക് അങ്ങനെ ചോദിക്കാതിരിക്കാനായില്ല. ഹെടി പുല്ലേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം. ഉവ്വ്, അവൾ പരിഭവത്തോടെ മൂളി. എങ്കിൽ ആ ലൈറ്റ് അണയ്ക്ക്, എനിക്ക് ഉറങ്ങണം. ബെഡ് കോട്ടിൻ്റെ സൈഡിലുള്ള സ്വിച്ച് ഓഫ് ചെയ്തു. റൂമിലെ ലൈറ്റ് അണച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ്റെ കൂർക്കമ്പലി കേട്ടു. ഈശ്വര, ഇയാൾക്കിതെങ്ങനെ സാധിക്കുന്നു? സുന്ദരിയായ ഒരു പെണ്ണിനെ തഞ്ചത്തിൽ കിട്ടിയിട്ടും അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ നിഷ്കളങ്കമായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? അവൾക്ക് അത്ഭുതം തോന്നി. ഒപ്പം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയോട് പുച്ഛവും. അല്ലെങ്കിൽ ആരായി സൂര്യനാരായണൻ? ബിസിനസ് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ സൗന്ദര്യവും പണവും ഒരുപോലെ അനുഗ്രഹിച്ച ഒരു യുവാവ്. എന്തിനാ വിവാഹം പോലും കഴിക്കാത്ത താൻ ഇയാളോടൊപ്പം യാത്ര പുറപ്പെട്ടത്? എന്തിനാണ് ഇയാളുടെ കിടപ്പറയിൽ കഴിയുന്നത്? അതൊരു കഥയാണ്. സൂര്യനാരായണൻ്റെ കൂടെ യാത്ര തിരിക്കാനുള്ള കഥയുടെ കാരണം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാവാതെ കഷ്ടപ്പെടുന്ന അമ്മ. ആ അമ്മയുടെ മുൻപിൽ ദൈവം കൊണ്ടുവച്ച വഴിയായിരുന്നു ഈ സൂര്യനാരായണൻ്റെ കൂടെ മുംബൈയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്ര. സൂര്യനാരായണൻ മുംബൈയിൽ ഒരു IT സൊല്യൂഷൻ കമ്പനി നടത്തുന്നു. അവരുടെ കമ്പനി സെലിബ്രേഷനിൽ ഒരു പ്രാവശ്യം അമ്മയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സൂര്യനാരായണനെ അമ്മ പരിചയപ്പെടുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വലിയൊരു കമ്പനിയുടെ തലപ്പത്തിരിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മിടുക്ക് അമ്മ പലപ്പോഴും വീട്ടിൽ പറയാറുണ്ട്. മഹാരാഷ്ട്ര മറാത്തി ഹെറിറ്റേജ് കൾച്ചറിൻ്റെ നാടകവേദിയിലെ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്ന നടിയായിരുന്നു അമ്മ. പ്രായമായപ്പോൾ ആ സ്ഥാനത്ത് മറ്റു ചിലർ കടന്നു വന്നതോടുകൂടി അമ്മയ്ക്കുള്ള അവസരം നഷ്ടമായി. അതിനുശേഷം മഹാരാഷ്ട്രയുടെ സംസ്ഥാന നൃത്തമായ ലാവണി ഡാൻസ് പഠിപ്പിക്കുന്നതിലായി അമ്മയുടെ ശ്രദ്ധ. ആദ്യ അവസരങ്ങളിൽ ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. സമാന്തര നൃത്ത വിദ്യാലയങ്ങൾ പലയിടത്തുമായപ്പോൾ ആ വരുമാനവും കുറഞ്ഞു വന്നു. എങ്കിലും ഇപ്പോഴും അതേ ഫീൽഡിൽ തുടരുന്നു. അസുഖം വന്നതോടുകൂടി മുനിസിപ്പൽ ശിപായി ആയിരുന്ന അച്ഛനും ജോലിക്ക് പോകാൻ പറ്റാതെയായി. സൂര്യനാരായണനെക്കുറിച്ചു അമ്മ പറഞ്ഞിട്ടുള്ള അറിവേ തനിക്കുള്ളൂ. കേരളത്തിൽ കേളികേട്ട ഏതോ ഒരു വലിയ തറവാട്ടിൽ അംഗമാണ് സൂര്യനാരായണൻ. അച്ഛനമ്മമാർ നേരത്തെ മരിച്ചുപോയതിനാൽ മുത്തച്ഛൻ്റെ കീഴിലാണ് വളർന്നത്. ഉപരിപഠനത്തിന് മുംബൈയിൽ പഠിക്കാനെത്തിയ സൂര്യനാരായണൻ ഇതിനിടയിൽ മുംബൈയിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. കാമുകിയോടുള്ള സ്നേഹം കൊണ്ടും ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടും പഠനത്തിനു ശേഷം നാട്ടിലെത്തിയിട്ടും സൂര്യനാരായണൻ്റെ മനസ്സ് മുംബൈയിൽ തന്നെ അലഞ്ഞു. ഇത് മനസ്സിലാക്കിയ മുത്തച്ഛൻ തനിക്കിഷ്ടമുള്ള ബിസിനസ് തുടങ്ങാൻ വേണ്ടി പണം നൽകി സൂര്യനാരായണനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് മുംബൈയിൽ പഠിക്കുമ്പോൾ പരിചയമുള്ള ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു കമ്പനിയിൽ പാർട്ട്ണർ ആവാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മെട്രോപൊളിറ്റൻ സിറ്റിയായ മുംബൈയിൽ സൂര്യനാരായണനെ പോലെയുള്ള ഒരു MBA-കാരന് നന്നായി വളരാൻ പറ്റി. കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് കൂടിയപ്പോൾ പട്ടണത്തിൽ തന്നെ പലയിടത്തും പുതിയ പുതിയ കമ്പനികൾ തുടങ്ങി. ഇതിനിടെ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. മുത്തച്ഛനോട് അറിയിച്ചപ്പോൾ ജീവിതത്തിൽ ഇന്നുവരെ തൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച മുത്തച്ഛൻ അതിന് മാത്രം എതിരെ നിന്നു. കാരണം മുത്തച്ഛൻ തൻ്റെ പേരക്കുട്ടിക്കായുള്ള വധുവായി നാട്ടിലുള്ള ഏതോ ഒരു വലിയ തറവാട്ടിൽ നിന്നും സുന്ദരിയായ പെണ്ണിനെ ആലോചിച്ചിരുന്നു. മുംബൈയിലുള്ള പെൺകുട്ടിയുമായി സ്നേഹക്കുരുക്കിലായിരുന്ന സൂര്യനാരായണന്
മുത്തച്ഛൻ്റെ വാക്കുകൾക്കൊന്നും വില കൽപ്പിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. തുടർന്ന് ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങി. തൽക്കാലം വിവാഹം വേണ്ടെന്ന് പറഞ്ഞ പേരക്കിടാവ് മുംബൈയിലെത്തി. എന്നാൽ ഡേറ്റ് ഫിക്സ് ചെയ്തു. അടുത്ത ആഴ്ച ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച വിവരം വിളിച്ചറിയിച്ചപ്പോൾ തകർന്നു പോയി അദ്ദേഹം. ഇന്നത്തെ കുട്ടികൾ നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കില്ല, സമ്മതിച്ചു കൊടുത്തേക്ക് വാസുദേവൻ എന്ന് മുത്തച്ഛൻ്റെ സമപ്രായത്തിലുള്ള പലരും മുത്തച്ഛനെ ഉപദേശിച്ചതനുസരിച്ച് വിവാഹത്തിൻ്റെ അന്ന് മാത്രം മുംബൈയിലെത്തി ആ ചടങ്ങുകൾ കണ്ട ശേഷം അന്ന് തന്നെ മുത്തച്ഛൻ നാട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചു. കുറേ നാൾ തൻ്റെ കൂടെ മുംബൈയിൽ കഴിയാൻ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാതെ മുത്തച്ഛൻ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വാശിയും വൈരാഗ്യവും പോയി മറഞ്ഞു. മുത്തച്ഛൻ നല്ല പിണക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ സൂര്യനാരായണന് അത് വല്ലാത്ത സങ്കടമായി മാറി. അരുമയായി തന്നെ വളർത്തിയ മുത്തച്ഛനെ ധിക്കരിച്ച് യാദൃശികമായി പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്ത് കല്യാണം കഴിക്കേണ്ടി വന്ന സാഹചര്യത്തെ സ്വയം ശപിച്ചുകൊണ്ട് സൂര്യനാരായണൻ ഭാര്യയോടൊത്ത് മുംബൈയിൽ അങ്ങനെ കഴിയുകയാണ്. ആ ഒരു ദുരന്തം വന്നുപെട്ടത് പട്ടയത്തും തായ്ലൻഡിലുമൊക്കെ ഹണിമൂൺ ആഘോഷിച്ച് വീട്ടിലേക്ക് വരും വഴി ആ ഒരു ആക്സിഡന്റ്. സൂര്യനാരായണനും ഭാര്യയും സഞ്ചരിച്ച കാർ ഒരു കണ്ടെയ്നർ ലോറിയിൽ തട്ടി. നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ ഒരു സൈഡിലുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു. ഇടിയിൽ തുറന്ന് ഡ്രൈവിംഗ് സൈഡിലുള്ള ഡോറിൽ നിന്നും സൂര്യനാരായണൻ രക്ഷപ്പെടുന്നു. ഭാര്യ തൽക്ഷണം കൊല്ലപ്പെടുന്നു. ആ വിവരം അപ്പൂപ്പനെ അറിയിക്കാതെ അവൻ ഇതുവരെ കൊണ്ടു നടക്കുകയായിരുന്നു. സൂര്യനാരായണൻ അപ്പൂപ്പന് അസുഖമായപ്പോഴാണ് അവനെ നാട്ടിലേക്ക് വിളിപ്പിച്ചത്. നാട്ടിലുള്ള ഭീമമായ സ്വത്തുക്കളുടെ കരുതൽ പണത്തിൻ്റെയും ഏക അവകാശിയായി അപ്പൂപ്പൻ അതൊക്കെ അവൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും റെക്കോർഡുകൾ മാറ്റി എഴുതാനും വേണ്ടിയാണ് വിളിപ്പിച്ചതിനാലാണ് ഈ യാത്ര. കൂടെ ഭാര്യയില്ലാതെ പോയാൽ അപ്പൂപ്പന് വിഷമമാകൂ എന്ന് കരുതിയാണ് ഭാര്യയെ തന്നെ വാടകയ്ക്കെടുത്തത്. സൂര്യനാരായണൻ അവൻ്റെ അവസ്ഥയെല്ലാം തൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞതാണ് തന്നെ ഈ ഒരു നിയോഗത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ വിട്ടത്. തനിക്കത് കേട്ടപ്പോൾ ആദ്യം അത്ഭുതമായിരുന്നു. ഒരു മനുഷ്യൻ്റെ കൂടെ ഭാര്യയായി കുറച്ച് ജീവിക്കാൻ പോവുക. കുഞ്ഞുനാളിലെ അച്ഛൻ്റെ കൂടെ മഹാരാഷ്ട്രയിൽ വന്ന അമ്മ ഇവിടുത്തെ വൃത്തികെട്ട ചില ചേരിയിലെ സംസ്കാരം തന്നെ പഠിപ്പിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോയതുകൊണ്ട് താൻ ബഹളം വെച്ചു. ഇവിടുത്തെ ചില മറാഠികളെപ്പോലെ എന്നെയും അങ്ങനെ ആക്കാനാണോ അമ്മയുടെ ഭാവം? ടപ്പേ എന്ന് കരണം പുകച്ചുകൊണ്ട് അതിന് മറുപടി കിട്ടി അമ്മയുടെ കയ്യിൽ നിന്നും. ശേഷം ഒരൊറ്റ കരച്ചിലായിരുന്നു അമ്മയുടെ മറുപടി. എൻ്റെ മോളെ ഞാൻ അങ്ങനെ ചെയ്യോ? അതിനുവേണ്ടിയാണ് ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ MBA വരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. നിനക്കൊരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ സൂര്യനാരായണൻ്റെ കമ്പനിയിൽ പോയപ്പോൾ നിന്റെ മുഖം കണ്ടപ്പോഴാണ് അവൻ്റെ സങ്കടം അവസ്ഥ പറഞ്ഞത്. നിനക്ക് ജോലി തരാമെന്ന് അവൻ ഉറപ്പിച്ചു. അതിനു മുൻപായി അവൻ ഈ ഒരു സഹായം ചെയ്തു കൊടുക്കണം. അത്രേ വേണ്ടൂ. നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ വരുമോ എൻ്റെ കൂടെ? നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട്. എൻ്റെ മൊബൈലിൽ നിന്നും നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവനിൽ ചില ഭാവമാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നെ ജോലിക്കെടുക്കുന്നു എന്ന കാര്യം പറഞ്ഞു. അങ്ങനെ നിന്നെ സെലക്ട് ചെയ്തതാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത് അവൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ മുഖഛായ നിനക്കുണ്ട് എന്നതാണ്. നിന്റെ ക്വാളിഫിക്കേഷൻ എങ്കിലും എന്നോട് അവൻ താഴ്മയായ ഒരു കാര്യം അപേക്ഷിച്ചു. അവൻ്റെ മുത്തച്ഛൻ്റെ അടുത്ത് അവൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു വേഷം ചെയ്യണമെന്ന് മാത്രം. അവൻ വളരെ സിൻസിയറായ കണ്ടീഷൻ വെച്ചപ്പോൾ എനിക്ക് സമ്മതം മൂളേണ്ടി വന്നു. MBA സ്റ്റുഡൻ്റ് ആണെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കണ്ട എന്ന് അവൻ പറഞ്ഞതാണ്. അതാണവൻ അപ്പോൾ തന്നെ ജോലിയും വാഗ്ദാനം ചെയ്തത്. അപ്പോൾ തൊട്ട് സൂര്യനാരായണനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തനിക്ക് തോന്നി. അങ്ങനെയാണ് അമ്മയുടെ കൂടെ ചെല്ലാൻ സമ്മതിച്ചത്. കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ തന്നെ ഒരു ദിവസം അമ്മ സൂര്യനാരായണൻ്റെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുരടനായ ഏതോ ഒരു യുവാവിൻ്റെ മുഖമായിരുന്നു അതുവരെ മനസ്സിൽ. എങ്കിൽ നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലെവിടെയോ ഈ മുഖം ഉള്ളതുപോലെ തോന്നിപ്പോയി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കലിപ്പനാണെങ്കിലും ആ നിഷ്കളങ്ക ഭാവവും പെരുമാറ്റവും ജന്മനാ തന്നെ നിഴലിക്കുന്ന ഒരു ഒഫീഷ്യൽ കൾച്ചറൽ ലുക്കും തന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ സൂര്യനാരായണനോട് സംസാരിച്ചപ്പോൾ തൊട്ട് അമ്മയോട് തൻ്റെ ആഗ്രഹം അവൾ പറഞ്ഞു. ശരിയമ്മേ, ഞാൻ പോയേക്കാം. പുള്ളി അത്ര കുഴപ്പക്കാരനല്ല എന്ന് തോന്നുന്നു. അതേ മോളെ, ഞാൻ പറഞ്ഞില്ലേ, പാവോ. അങ്ങനെ യാത്രയ്ക്കായുള്ള എല്ലാ സന്നാഹവുമായി സൂര്യനാരായണൻ്റെ ബെൻസ് കാറിൽ ഈ തറവാട്ടിലെത്തിയത്. യാത്രയുടെ തുടക്കത്തിൽ അല്പം ഭയം തോന്നിയെങ്കിലും പിന്നെ അവൻ്റെ കളിതമാശകളിൽ താൻ അറിയാതെ മുഴുകുകയായിരുന്നു. മുംബൈയിൽ നിന്നും കേരളത്തിലെത്തിയത് അറിഞ്ഞില്ല. തന്നെ യാത്രയാക്കുമ്പോൾ മറ്റും അമ്മ വളരെ ആഹ്ലാദവതിയായിരുന്നു. ഭാര്യയായി തൽക്കാലം കൂടെ ചെന്നാൽ സുന്ദരിയായ തന്നെ ഒരുപക്ഷെ അവൻ്റെ സ്ഥിരം ഭാര്യയാക്കി മാറ്റാനുള്ള ഒരാഗ്രഹം അവനിൽ ജനിച്ചാൽ അതമ്മയ്ക്ക് സ്വപ്നം കാണാൻ ആകുന്നതിലും അപ്പുറമുള്ള സൗഭാഗ്യമാണെന്ന് കരുതുന്നുണ്ടാകും. അതാണ് വിവാഹം പോലും കഴിക്കാത്ത തന്നെ ഈ സൂര്യനാരായണൻ്റെ കൂടെ ഇങ്ങനെ സ്വതന്ത്രയായി പോകാൻ അയച്ചത്. എന്താ എഴുന്നേൽക്കുന്നില്ലേ? ഇത് നിന്റെ മുംബൈയല്ല. ഇവിടെ അതിരാവിലെ എണീറ്റ് പെണ്ണുങ്ങൾ കുളിച്ച് അടുക്കളയിൽ പ്രവേശിക്കുന്നതാണ് ചടങ്ങ്. പുതപ്പൊക്കെ നീങ്ങി ബെഡിൻ്റെ മധ്യത്തിൽ
മലർന്നു കിടന്നുറങ്ങുന്ന മന്ദാകിനി സൂര്യനാരായണന്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. സൂര്യനാരായണൻ രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് അലമാരയിലെ കണ്ണാടിയിൽ നോക്കി മുടി ചീകി കണ്ണാടിയിൽ കാണുന്ന മന്ദാകിനിയുടെ പ്രതിബിംബത്തോട് ചോദിച്ചു, ആണോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഹലോ, ഒരു ബെഡ് കോഫി കിട്ടാൻ എന്താ വഴി? കിടന്ന കിടപ്പിൽ ഒന്ന് മൂരി നിവർന്ന ശേഷം അവൾ ചോദിച്ചു. പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, ഇതിലെ നേരെ പോയാൽ അടുക്കളയിലെത്തും, അവിടെ ജാനു ചേച്ചി ഉണ്ടാവും. അവൾ എഴുന്നേറ്റ് ഫ്രഷായി വന്ന ശേഷം അടുക്കളയിലേക്ക് പോയി. തിരിച്ചു വന്ന അവളുടെ കയ്യിൽ 2 കപ്പ് കോഫി ഉണ്ടായിരുന്നു. 1 കപ്പ് സൂര്യനാരായണന് നീട്ടി അവൾ പറഞ്ഞു, ഞാനുണ്ടാക്കിയതാ, കുടിച്ചു നോക്കൂ. വാങ്ങി കുടിക്കവേ മുത്തച്ഛൻ റൂമിലേക്ക് കടന്നു വന്നു. മോനെ സൂര്യ, 10 മണിയാകുമ്പോഴേക്കും രജിസ്റ്റർ ഓഫീസിലെത്തണം, ഒരുങ്ങിക്കോളൂ. ശരി മുത്തച്ഛ. 10% ഷെയർ ചാരിറ്റിക്ക് മാറ്റിവെച്ച ശേഷം ബാക്കിയെല്ലാം മുത്തച്ഛൻ തൻ്റെ കൊച്ചുമകൻ സൂര്യനാരായണന്റെ പേരിൽ എഴുതി കൊടുത്തു. മുത്തച്ഛൻ്റെ കാലശേഷം സ്വത്തും തറവാടും അന്യാധീനപ്പെട്ട് നശിക്കാതിരിക്കാനായി സൂര്യനാരായണൻ അത് സസന്തോഷം സ്വീകരിച്ചു. മോനെ സൂര്യനാരായണ, ഇനിയൊന്ന് ബാങ്കിലേക്ക് പോകാനുണ്ട്. ഓക്കെ മുത്തച്ഛ, പോകാം. അവൻ മുത്തച്ഛനെയും കൊണ്ട് ബാങ്കിലേക്ക് പോയി. ബാങ്ക് മാനേജറുടെ ക്യാബിനിൽ പോയി മുത്തച്ഛൻ എന്തോ സംസാരിച്ച ശേഷം മടങ്ങി വരുമ്പോൾ കയ്യിൽ ഒരു കുഞ്ഞു സഞ്ചി ഉണ്ടായിരുന്നു. തിരിച്ചെല്ലാവരും തറവാട്ടിലേക്ക് മടങ്ങി. രജിസ്ട്രേഷൻ പ്രമാണങ്ങൾ റെഡിയായി വരും വരെ 2 ദിവസം കൂടി തറവാട്ടിൽ തങ്ങാൻ മുത്തച്ഛൻ സൂര്യനാരായണനോട് ആവശ്യപ്പെട്ടു. സൂര്യനാരായണൻ അതനുസരിച്ച് 2 ദിവസം കൂടി തങ്ങാൻ തീരുമാനിച്ചു. പകൽ സമയങ്ങളിൽ മുത്തച്ഛൻ്റെ കൂടെ പാടത്തും വരമ്പത്തും പോയി ഇരുവരും സമയം കളഞ്ഞു. രാത്രിയാകുമ്പോൾ ഒരു റൂമിലാണെങ്കിലും ഇരുവർക്കും വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടപ്പോൾ അവർ തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇരുവരുടെയും ഉള്ളു തുറന്നുള്ള ആ സംസാരത്തിൽ അവർ തങ്ങളെ തന്നെ മറന്നു പരസ്പരം അതിൽ ലയിച്ചു. സൂര്യനാരായണന് മന്ദാകിനിയുടെ പെരുമാറ്റവും സംസാരവും ഏറെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മന്ദാകിനിക്കും സൂര്യനാരായണനെ വളരെ ഇഷ്ടമായി. ഡോക്യുമെന്റ്സ് കിട്ടിയതോടെ സൂര്യനാരായണനും മന്ദാകിനിയും പോകാനൊരുങ്ങിയപ്പോൾ മുത്തശ്ശൻ മന്ദാകിനിയെ തൻ്റെ സമീപം വിളിച്ചു പറഞ്ഞു, 2 കോടി രൂപ ക്യാഷായി ഞാൻ എൻ്റെ പേരമകൾക്ക് നൽകുന്നു. മുത്തശ്ശൻ്റെ ആ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ സൂര്യനാരായണൻ നടുങ്ങി. അതോടൊപ്പം തന്നെ മന്ദാകിനിയും ഒന്ന് ഞെട്ടി. സൂര്യനാരായണന്റെ വാടക ഭാര്യയായ താൻ മുത്തശ്ശൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങേരുടെ പേരമകളാണ്. എന്തായാലും ഇതുപോലെ ധനാഢ്യനായ ഒരു മുത്തശ്ശൻ പേരമകൾക്ക് എന്തെങ്കിലും നൽകാതിരിക്കില്ല. അതാണ് ആ സമ്മാനം. മുത്തശ്ശൻ നൽകിയ ആ നോട്ടുകെട്ടുകൾ അടങ്ങിയ സഞ്ചി മന്ദാകിനി സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അത് കാണുകെ സൂര്യനാരായണന്റെ നെറ്റി ചുളിഞ്ഞു. എന്നാൽ യാതൊരു സങ്കോചവും കൂടാതെ മന്ദാകിനി അത് അപ്പടി സൂര്യനാരായണന് കൊടുത്തിട്ട് പറഞ്ഞു, ഭാര്യയുടെ എന്തും ഭർത്താവിനുള്ളതല്ലേ, ഇതിരിക്കട്ടെ. സൂര്യനാരായണൻ ആലോചിച്ചു, ഇവൾ എന്തുകൊണ്ടും തൻ്റെ ഭാര്യയാകാൻ യോഗ്യതയുള്ളവൾ തന്നെ. മുംബൈയിലെത്തിയ സൂര്യനാരായണൻ പിറ്റേന്ന് തന്നെ മന്ദാകിനിക്ക് തൻ്റെ കമ്പനിയിൽ ജോലി നൽകി. തുടർന്ന് സൂര്യനാരായണൻ തന്നെ തനിക്ക് മന്ദാകിനിയെ കല്യാണം കഴിക്കണമെന്ന തൻ്റെ ആഗ്രഹം മന്ദാകിനിയുടെ അമ്മയോട് പറയുകയായിരുന്നു. അങ്ങനെ സൂര്യനാരായണൻ മന്ദാകിനിയെ വിവാഹം ചെയ്തു. ഇപ്പോൾ അവൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. കുറച്ച് ദിവസങ്ങളായി മുത്തശ്ശന് വയ്യായ്ക കൂടിയിരുന്നു. അങ്ങനെ ഭാര്യ മന്ദാകിനിയെയും കൂട്ടി സൂര്യനാരായണൻ തറവാട്ടിലേക്ക് വന്നതായിരുന്നു. ഇന്നലെ മുത്തശ്ശൻ മരണപ്പെട്ടു. മുത്തശ്ശൻ്റെ സ്മരണ നിലനിൽക്കുന്ന ആ തറവാട്ട് വീട്ടിൽ കുറച്ച് ദിവസം നിന്നിട്ട് പോകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഏയ്, എന്താ ഇങ്ങനെ ഓർക്കുന്നത്? സൂര്യനാരായണൻ മന്ദാകിനിയുടെ ചെവിക്കരികിൽ ചുണ്ടു ചേർത്ത് ചോദിച്ചു. അപ്പോഴാണ് മന്ദാകിനി ചിന്തയിൽ നിന്നുണർന്നത്. ഞാനിവിടെ ഇങ്ങനെ കിടക്കാനുണ്ടായ സാഹചര്യം ഒന്ന് റിവൈൻഡ് ചെയ്യുകയായിരുന്നു എൻ്റെ പൊന്നെ. എന്നിട്ടെല്ലാം കണ്ടോ? എല്ലാം ഒരു സ്വപ്നത്തിലെന്ന പോലെ ഞാൻ കണ്ടു. സൂര്യനാരായണൻ്റെ ബലിഷ്ടമായ കൈത്തണ്ടയിൽ കവിൾ ചേർത്ത് അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവൾ കിടക്കവേ അവൻ്റെ മറ്റേ കരങ്ങളുണ്ട് അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. നെറുകയിൽ ഒരു ഉമ്മ വെച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.